ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മതേതര മുഖങ്ങളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. കോൺഗ്രസിന്റെ രാജ്യത്തെ തന്നെ തലയെടുപ്പുള്ള സമുന്നതരായ രണ്ട് നേതാക്കൾ. ഈ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അധിക്ഷേപിക്കുക, അപമാനിക്കുക എന്നത് BJPയുടെ ഏറെക്കാലമായുള്ള തന്ത്രമാണ്. പലതവണ പല രീതിയിൽ അതിന് BJPയും സംഘപരിവാർ സംഘടനകളും ശ്രമിച്ചു പോരുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അത് വിജയിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ വിമർശനങ്ങളെയൊക്കെ, ഈ അധിക്ഷേപങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അനിഷേധ്യരായ രണ്ട് ശക്തിദുർഗങ്ങളായി വളർന്ന് പടർന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നുള്ള ലോക്സഭാംഗവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമാണ്. സഹോദരി പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ വയനാട് നിന്നുള്ള ലോക്സഭാംഗമാണ്. കേരളത്തിൽ 2019 രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളാണ് ഉത്തരേന്ത്യ ലക്ഷ്യമിട്ടുകൊണ്ട് BJPയുടെ അന്നത്തെ പ്രധാന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചത്. 2024 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കെതിരെയും സമാനമായ രീതിയിൽ ഈ പറയുന്നത് പോലെ BJPയും സംഘപരിവാർ സംഘടനകളും ആയുധവും എടുത്ത് ഉറഞ്ഞു തുള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അവരുടെ സാഹോദര്യത്തെ മുൻനിർത്തി, അവരുടെ സഹോദര സ്നേഹത്തെ മുൻനിർത്തിക്കൊണ്ട് അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ഈ BJP നേതാക്കൾ യാതൊരു ഉളുപ്പുമില്ലാതെ, ഒരു മാന്യതയുമില്ലാതെ രംഗത്തെത്തിയിരിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യൻ ജനത കാണുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്ന് പറയുന്നത് സഹോദരങ്ങൾ. അവർ സാധാരണ ഒരു സഹോദരങ്ങളല്ല. പരസ്പരം അങ്ങേയറ്റം സ്നേഹിക്കുന്ന, അങ്ങേയറ്റം ബഹുമാനിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. ആ ഒരു ഇഴയടുപ്പം അത് വെറുതെ ഉണ്ടായതല്ല, സഹോദരങ്ങൾ ആയതുകൊണ്ട് മാത്രം ഉണ്ടായതല്ല. അവർക്ക് അവരുടെ അനുഭവങ്ങൾ നൽകിയ കരുത്താണ്. 1984 തങ്ങളുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് 14 വയസ്സും പ്രിയങ്ക ഗാന്ധിക്ക് 12 വയസ്സുമാണ് പ്രായം. സ്വന്തം അംഗരക്ഷകനിൽ നിന്നും വെടിയേറ്റ്, തുരുതുര വെടിയേറ്റ് പിടഞ്ഞു വീണ് മരിച്ച ഇന്ദിരാഗാന്ധി. ആ വാർത്ത കേട്ട് ഞെട്ടിത്തെറിച്ച ഇന്ത്യൻ രാഷ്ട്രീയം, ഒപ്പം തന്നെ ആ നെഹ്റു കുടുംബത്തെയും അത് വലിയ രീതിയിൽ ദുഃഖത്തിലാഴ്ത്തി. അവർക്ക് ഉൾക്കൊള്ളാനാകാത്ത തരത്തിലുള്ള ഒരു വാർത്തയാണ് അപ്രതീക്ഷിതമായി അന്നെത്തിയത്. അന്നും പിന്നീട് ഏതാണ്ട് 7 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം പിതാവ് രാജീവ് ഗാന്ധി അതേപോലെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു. അങ്ങനെ കുടുംബത്തിലെ രണ്ട് മുത്തശ്ശിയും ഒപ്പം തന്നെ സ്വന്തം പിതാവും അങ്ങനെ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച വാർത്ത, അതിനെയൊക്കെ തന്നെ, അത്തരത്തിലുള്ള സാഹചര്യങ്ങളെയൊക്കെ രണ്ടുപേരും, ഈ രണ്ട് സഹോദരങ്ങളും ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ടാണ് നേരിട്ടത്. ആ വേദനകളെയൊക്കെ തന്നെ അഭിമുഖീകരിച്ചത്. അത്തരത്തിൽ ആ ചെറുപ്പകാലം മുതൽ തന്നെ ഈ രണ്ട് പേർക്കും, ഈ രണ്ട് സഹോദരങ്ങൾക്കും ഉള്ള ഒരു ഇഴയെടുപ്പം, ആ ഒരു ബന്ധം, ആത്മബന്ധം എല്ലാം അത് പറഞ്ഞറിയിക്കാനാകാത്തതാണ്, അനിർവചനീയമാണ്. അത് പലപ്പോഴും നമ്മൾ പരസ്യമായിട്ട് തന്നെ ഈ രണ്ടുപേരുടെയും സഹോദര സ്നേഹവും ബന്ധവും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അതൊക്കെ തന്നെ കണ്ട് കോരിത്തെരിച്ചിട്ടുണ്ട്. അതിനെ മറ്റൊരർത്ഥത്തിൽ ആരും കണ്ടിട്ടില്ല. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒക്കെ തന്നെ ജനത അതിനെ അങ്ങേയറ്റം ആദരപൂർവ്വം സ്നേഹപൂർവ്വം മാത്രമേ നോക്കിക്കണ്ടിട്ടുള്ളൂ. എന്നാൽ കഴുകൻ കണ്ണുകളുമായിട്ട് നോക്കുന്ന BJPക്ക് അതിലൊക്കെ തന്നെ അങ്ങേയറ്റത്തെ അധിക്ഷേപങ്ങളും അപവാദങ്ങളും ഒക്കെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശിൽ നിന്നുള്ള രണ്ട് BJP നേതാക്കൾ, രണ്ട് BJPയുടെ മന്ത്രിമാർ, കൈലാഷ് വിജയവർഗിയും ഒപ്പം തന്നെ വിജയ് ഷാ എന്നീ രണ്ട് മന്ത്രിമാർ ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സ്നേഹ ചുംബനത്തെയൊക്കെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ഒരു കൾച്ചർ അല്ല, ഇന്ത്യയുടെ സംസ്കാരമോ പാരമ്പര്യമോ ഒന്നുമല്ല. അത് വൈദേശിക പാരമ്പര്യമാണ്. അത് എങ്ങനെ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിയും, അത് അരോചകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രണ്ടുപേരെയും, അവരുടെ രണ്ടുപേരുടെയും സഹോദര സ്നേഹത്തെ പുച്ഛിക്കുന്ന, വിലമതിക്കാത്ത തരത്തിലുള്ള പ്രകടനങ്ങളും പ്രതികരണവുമാണ് കൈലാഷ് വിജയവർഗിയുടെയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ സഹപ്രവർത്തകനായ വിജയ് ഷായുടെയും നാവിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യം കൈലാഷ് വിജയവർഗിയാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അതിനെ ഏറ്റുപിടിച്ചതിനെ പിന്തുണച്ചുകൊണ്ട് വിജയ് ഷായും രംഗത്തെത്തി. അത് വലിയ രീതിയിൽ ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തില് BJP കേന്ദ്ര നേതൃത്വം ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ
എം അദ്ദേഹത്തിന്റെ സഹോദരിയുമായ പ്രിയങ്ക ഗാന്ധിയും അവർ തമ്മിലുള്ള ഈ സ്നേഹബന്ധത്തെ അല്ലെങ്കിൽ അവരുടെ സഹോദര സ്നേഹത്തെ ഒക്കെ തന്നെ പുച്ഛിക്കുന്ന അവമതിക്കുന്ന രീതിയിലുള്ള പ്രതികരണം ഈ രണ്ട് BJPയുടെ പ്രമുഖരായിട്ടുള്ള രണ്ട് മന്ത്രിമാരിൽ നിന്നും ഉണ്ടായിട്ടും BJP നേതൃത്വം അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നത് അങ്ങേയറ്റം ദുഃഖകരമായ ഒരു കാര്യമാണ്. നേരത്തെ രാഹുൽ ഗാന്ധി നടത്തിയ പദയാത്രയിൽ അന്ന് ഭാരത് ജോഡോ യാത്രയിൽ ഇതേപോലെ ഒരു കശ്മീരിൽ വെച്ച് ഒരു സന്ദർഭമുണ്ടായിരുന്നു. ആ യാത്രയിൽ കശ്മീരിൽ വെച്ച് പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തു. അന്ന് പ്രിയങ്ക ഗാന്ധിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ സ്നേഹചുംബനം നൽകുന്ന രാഹുലിന്റെ ചിത്രം അത് രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ, മനുഷ്യത്വമുള്ള ജനങ്ങളൊക്കെ തന്നെ അത് ഏറ്റെടുത്തതാണ്. അന്നും സമാനമായ രീതിയിൽ BJP ഇതിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപകരമായ പ്രസ്താവനകളൊക്കെ തന്നെ ഇറക്കുകയും ചെയ്തിരുന്നു. വീണ്ടും യാതൊരു കാര്യവുമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ അവരെ രണ്ടുപേരെയും വീണ്ടും അവഹേളിക്കുന്ന രീതിയിൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരസ്യ പ്രതികരണവുമായിട്ടാണ് ഈ കൈലാസ് വിജയവർഗിയും വിജയ് ഷായും എത്തിയിരിക്കുന്നത്. നേരത്തെ പാർലമെന്റിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ളവര് സമാനമായ രീതിയിൽ ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ആ സഹോദര സ്നേഹത്തെ തള്ളിപ്പറയുന്ന അത് അംഗീകരിക്കാനാകാത്തതാണെന്ന തരത്തിൽ ലോക്സഭാ സ്പീക്കർ തന്നെ സഭയ്ക്കുള്ളിൽ പോലും പ്രതികരണം നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അത്തരത്തിൽ അത് BJPയുടെ ഒരു അജണ്ടയാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന BJP നേതൃത്വം ഈ വിഷയത്തില് ഈ രണ്ടുപേരെയും തിരുത്താൻ തയ്യാറാകാത്തത്. നമുക്കറിയാം ഈ വിജയ് ഷാ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൈലാസ് വിജയവർഗി എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഈ കൈലാസ് വിജയവർഗിയുടെ പേരുള്ളത് പോലെ തന്നെ അങ്ങേയറ്റത്തെ വർഗീയത പറയുന്ന വർഗീയ പരാമർശങ്ങളും അത്തരത്തിലുള്ള വെറുപ്പുളവാക്കുന്ന പ്രതികരണങ്ങളും പരാമർശങ്ങളും മാത്രം നടത്തുന്ന രണ്ട് വ്യക്തികളാണ്. BJP നേതാക്കളെല്ലാം അങ്ങനെ തന്നെയാണ്, അത് എടുത്തു പറയേണ്ട കാര്യമില്ല. ഈ രണ്ട് നേതാക്കൾ, മധ്യപ്രദേശിൽ നിന്നുള്ള രണ്ട് നേതാക്കൾ, അവര് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്നവരാണ്. നേരത്തെ ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ തിരിച്ചടികൾക്ക് ശേഷം അതിന്റെ വിശദീകരണങ്ങൾ നൽകാനായിട്ട് ഇന്ത്യൻ സൈന്യം രംഗത്തിറക്കിയത് 3 വനിതകളെയാണ്. ഈ സേനകളുടെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ സേനയുമായി ബന്ധപ്പെട്ട 3 വനിതകളെയാണ്. അതിൽ സോഫിയ ഖുറേഷി എന്ന് പറയുന്ന വനിത അവര് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഈ വിജയ് ഷാ അതിനെതിരെ അതിരൂക്ഷമായിട്ട് അവരുടെ മതം ചികഞ്ഞെടുത്ത് മതം പുറത്തു പറഞ്ഞുകൊണ്ട് അവരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രതികരണം നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് അദ്ദേഹം കോടതിയിലൊക്കെ തന്നെ പോയി മാപ്പ് പറയുന്ന സാഹചര്യവും ഉണ്ടായി. അന്ന് അത് വലിയ വിവാദമായപ്പോൾ ആ വിഷയത്തില് വിജയ് ഷായെ തള്ളിപ്പറയാൻ ഈ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് BJP കേന്ദ്രത്തിൽ നിർബന്ധിതരാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഈ പരാമർശത്തില് അത്തരമൊരു നിലപാട് BJP നിന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അത് അവരുടെ ഒരു അജണ്ട തന്നെയാണ്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അവരുടെ സഹോദര സ്നേഹത്തെ പോലും മുൻനിർത്തിക്കൊണ്ട് അധിക്ഷേപിക്കുക, അപമാനിക്കുക, ജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ രാജ്യത്തിന് മുന്നിൽ അവരെ അവഹേളിക്കുക എന്നത് അവരുടെ ഒരു അജണ്ട തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നിലപാടെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഇത്തരത്തിൽ അപമാനിക്കുന്നതിന് ഇന്ത്യൻ ജനത, ഇന്ത്യൻ പൊതുസമൂഹം മറുപടി നൽകും.